ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൂഗിൾ ഡ്രൈവ് പോലെ മറ്റ് ക്ലൗഡ് സ്റ്റോറേജുകൾ പോലെ ഫ്രീ ആയിട്ടോ അൺലിമിറ്റഡ് ആയിട്ട് ഒരു ആപ്പ് ഉണ്ടോ? എന്നാലുണ്ട്. നമുക്കറിയാം, ഗൂഗിൾ ഡ്രൈവിലൊക്കെ 15 GB ആണ് ഫ്രീ ആയിട്ട് തരുന്നത്. അത് നമുക്ക് പലപ്പോഴും മതിയാവാറില്ല. പക്ഷേ ഈ ഒരു ആപ്പ് സീക്രട്ടായിട്ട് രഹസ്യമായിട്ടൊക്കെ കുറേ പേര് ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാൽ അതിൽ കുറച്ചുകൂടി ട്രിക്കുകൾ ഉപയോഗിക്കാനുണ്ട്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. മറ്റൊരാപ്പുമല്ല, ടെലഗ്രാം. നമ്മളെല്ലാവരും സ്ഥിരം ഉപയോഗിക്കുന്ന ടെലഗ്രാമിൽ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആദ്യം ടെലഗ്രാം ഇവിടെ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ആദ്യം തന്നെ അതിലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഗ്രൂപ്പാണ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ്. അവിടെ ആകുമ്പോൾ നമുക്ക് യുണീക്കായിട്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ഇടാം. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആവശ്യമുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇടുന്ന സാധനങ്ങളെല്ലാം ഈ ആൾക്കാർക്കെല്ലാം കാണാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അവർക്ക് വേണമെങ്കിൽ പുതിയ സാധനങ്ങൾ ഇടാം, നിങ്ങൾക്ക് പുതിയ സാധനങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് വെക്കാം, അത് ഡൗൺലോഡ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫ്രീ വെർഷനിൽ 2 GB മുകളിൽ സൈസുള്ള ഫയൽസ് നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. 2 GB താഴെയുള്ള ഫയൽസ് മാത്രമേ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിടാൻ പറ്റൂ. അങ്ങനൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഫോട്ടോസ് ഇങ്ങനെ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. പക്ഷേ ഇത് ഇങ്ങനെ അയച്ചിട്ടിട്ട് ഒരുമിച്ചിത് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഇമ്പോസിബിളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്, ഓരോന്നായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഒരു 12,000 പടം ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഞെക്കി അങ്ങ് അറ്റം വരെ പോയിട്ട് വേണം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാൻ തന്നെയല്ലോ. അത് മാത്രമല്ല, നിങ്ങളിങ്ങനെ ഫോട്ടോസ് ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്കിത് നിറഞ്ഞൊരു പരുവാകും, ഒരുപാട് വരും. അപ്പോൾ ഇതിനൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും എളുപ്പത്തിനൊക്കെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഏതൊരു വീഡിയോ ആണോ ഫോട്ടോ ആണോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അതെന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ഒരു വർക്ക് ആണെങ്കിൽ ആ വർക്കിൻ്റെ ഡേറ്റ് അടിക്കാം, അല്ലെങ്കിൽ ആ വർക്കിൽ ആൾക്കാരെ അറിയെങ്കിൽ അവരുടെ പേരടിക്കാം. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്തിടുകയാണ്. ഈ സെൻഡ് ചെയ്തിട്ടു. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇനി ഈ വീഡിയോസോ ഫോട്ടോസോ ഇതിൻ്റെ പുറകെ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ഈ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് എന്ന് അടിച്ചിട്ട് നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദേ ഇവിടെ ഒരു ടെസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ. ആ ടെസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ദേ ആ മെസ്സേജ് എവിടെയാണെങ്കിലും തപ്പിയെടുത്ത് കാണിച്ചു തരും. അതായത് അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസും അപ്ലോഡ് ചെയ്താലും അതിനൊരു സ്പെസിഫിക് മെസ്സേജ് അതിൻ്റെ കൂടെ തന്നെ, ഈ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ നെയിം യുണീക്ക് ആക്കുക. ആ ഏത് വർക്കാണോ ആ വർക്കായിട്ട് ബന്ധപ്പെട്ടൊരു ഫയൽ നെയിം കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ ഇതേ കണക്ക് തുരുതുരാ കിടക്കും. കസ്റ്റമർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് കൊടുത്ത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് ഇത്, ഇങ്ങനെ ഫുള്ള് സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്കിതൊരു ഫോൾഡറാക്കി സെറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമറിന് അയച്ചു കൊടുത്താൽ അവർക്കൊരു ഒരു 10-15 ഫയലുകളായിട്ട് ഈ മൊത്തം ഫോട്ടോ, അതൊരു 10-20-2000 ഫോട്ടോസ് ഉണ്ടെങ്കിലും ഇതെല്ലാം കൂടി ഒരു 10-20 ഫയലായിട്ട് മാത്രം ചുരുക്കി സിപ്പ് ഫയലാക്കി നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ആ ഒരു വഴിയാണ് ഞാനിവിടെ ഇനി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ഈ വെഡ്ഡിങ് വർക്ക് അങ്ങനെയുള്ള ഫീൽഡുകളിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ച് കേട്ടോ ഇവിടം തൊട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നിങ്ങൾ നേരെ ക്രോം ബ്രൗസർ എടുത്തിട്ട് ഇവിടെ 2 വെബ്സൈറ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് 7zip എന്ന് പറയുന്നതും മറ്റൊന്ന് WinRAR എന്ന് പറയുന്നത്. ഇതിൽ ഏത് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം, രണ്ടിലും ഒരേ മെത്തേഡാണ്. ഇനി ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ഈ 7zip എന്ന് പറയുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഒരു വെർഷനാണ്. ഇതിലും ഫ്രീ ആയിട്ട് വെർഷൻ ഉണ്ട് കേട്ടോ. ഇനി 7zip ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഫയൽ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കണ്ട. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ എവിടെ കിടക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. ഞാനിവിടെ ഈ വീഡിയോസ് ഇത്രയാണ്, ഇതെല്ലാം കൂടി ഒരു 1102 ഫയൽസ് ഉണ്ട് മൊത്തം. ഇതെല്ലാം കൂടി Ctrl+A ഞെക്കി സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 7zip എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മോർ ഓപ്ഷനായിട്ട് കുറച്ച് വരുന്നുണ്ട്. അതിൽ ആഡ് ടു ആർക്കൈവ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ആദ്യം തന്നെ മുകളിൽ എവിടെയാണോ ഇത് സ്റ്റോർ ചെയ്യേണ്ടത് അത് ചോദിക്കും, എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ലൊക്കേഷൻ മാറ്റി കൊടുക്കാം. ലൊക്കേഷൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഇവിടെ കൊടുക്കാം. ആ ലൊക്കേഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ
ഫോർമാറ്റ്, ആർക്കൈവിൻ്റെ ഫോർമാറ്റ് ഈ സിപ്പ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് കഴിഞ്ഞിട്ട് കംപ്രഷൻ ലെവൽ നമുക്ക് വേണ്ട. കംപ്രഷൻ ലെവൽ ചിലപ്പോൾ ഇവിടെ ഈ ഫാസ്റ്റ് എന്നൊക്കെ കിടക്കും. അത് വേണ്ട, 0 ആക്കുക. 0 സ്റ്റോർ എന്നുള്ളത് കൊടുക്കുക. അതായത് എങ്ങനെയാണോ ഫയൽ സൈസ് അതേ ഫയൽ സൈസിൽ കംപ്രഷൻ ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 0 സ്റ്റോർ കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് സ്പ്ലിറ്റ് ടു വോള്യൂംസ് എന്നുള്ളതിൽ നമ്മൾ 2000 MB എന്ന് കൊടുക്കും. 2000 M എന്ന് വെച്ചാൽ 2000 MB, അതായത് 2 GB. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ടെലഗ്രാമിൻ്റെ ഫ്രീ വെർഷനിലാണെങ്കിൽ 2 GB മുകളിലുള്ള ഫയൽസ് നമുക്ക് ഒറ്റ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2000 ആയിരിക്കണം, അല്ലെങ്കിൽ 2000 താഴെയോ ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സിപ്പ് ഫയലുകൾ 2000 താഴെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 2000 താഴെയുള്ള ഒരു ഫയലാക്കി മാറ്റുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പാസ്വേഡ് കൊടുക്കാം. അതിന് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ സിപ്പ് ഫയൽ എപ്പോൾ ഓപ്പൺ ചെയ്യണമെങ്കിലും ഈ പാസ്വേഡ് വേണം. അത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് കുറച്ച് സിപ്പ് ഫയലായിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ, ഇത് കംപ്രഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സിപ്പ് ഫയൽ ആവുകയാണ്. ഇനി ഇതായി കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണിച്ചു തരാം. ഇതായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒരു കുറച്ച് സിപ്പ് ഫയലാവും. നിങ്ങൾ നേരത്തെ ശ്രദ്ധിക്കുക, എല്ലാം കൂടി ഒരു 1100 ഫയൽസ് ഉണ്ടായിരുന്നതാണ്. അതെല്ലാം കൂടി നമ്മളൊരു 24 ഫയലുകളാക്കി ചുരുക്കി ചെറുതാക്കിയിട്ടുണ്ട്. ഇത്രയാണ് ആ ഫയലുകൾ. കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫയലുകൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും? ടെലഗ്രാമിലോട്ട് അപ്ലോഡ് ചെയ്യും. ഇവിടെ അപ്പോൾ ആ വർക്കിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അതിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ടെസ്റ്റ് എന്ന് ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ വർക്കിൻ്റെ പേരെന്താണോ അത് മെൻഷൻ ചെയ്തിടുക. കാരണം ഇതുപോലെ വീണ്ടും വീണ്ടും വർക്കുകൾ ഇടുമ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഈ മെസ്സേജ് അയക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അല്ലെങ്കിൽ തൊട്ട് അവസാനം, അത് നിങ്ങളുടെ ഐഡിയ പോലെ, അല്ലെങ്കിൽ ഈ ഫയൽ സേവ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഫയൽ നെയിം അങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ഡെമ്മി മെസ്സേജ് അയച്ചിടുക. ഇപ്പം ഈ വർക്ക് 1/1/2025 എടുത്തതാണെങ്കിൽ 1/1/2025, അല്ലെങ്കിൽ ആ കസ്റ്റമറിൻ്റെ രണ്ടുപേരുടെയും പേര് എന്നങ്ങ് അടിച്ച് മെസ്സേജ് ആയിട്ട് ഇവിടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ഫയലുകൾ ഇതേപോലെ വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ അങ്ങ് വയ്ക്കുക. ഇവിടെ വയ്ക്കുമ്പോൾ ഈ ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് എളുപ്പം കിട്ടും. ഒരേപോലെ അടുങ്ങി കിടന്നോളും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ട് സെൻഡ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ കമൻ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് ആ മെസ്സേജ് വല്ലതും ടൈപ്പ് ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പേരിന് പകരം ഇവിടെ ടൈപ്പ് ചെയ്താലും മതി. ഇപ്പോൾ ഇത് വർക്ക് എന്ന് ഞാൻ ചുമ്മാ അടിച്ചിട്ടാണ്, വർക്ക് 2025 എന്ന് പറഞ്ഞ് അടിച്ചിടുകയാണ്. എന്നിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ഇവിടെ സെൻഡ് ക്ലിക്ക് ചെയ്യാണ്. സെൻഡ് ക്ലിക്ക് ചെയ്തതിനെ കണ്ടോ, നേരത്തെ നമ്മൾ ഈ വീഡിയോ അല്ലാതെ നമ്മൾ ഓരോന്നായിട്ട് അയച്ചിരുന്നുവെങ്കിൽ തുരുതുരാ ഇങ്ങനെ കടന്നിരുന്നു, സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ കണ്ടോ, സിമ്പിളായിട്ടൊരു 3 ഇത് മെസ്സേജായിട്ട് മാറി. ഇതിവിടെ സെലക്ട് ചെയ്യാം. ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ആക്കിയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് ഈ 3 മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. തന്നെയല്ലോ, ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് സിമ്പിളായിട്ട് എടുക്കാമെന്നൂടെ പറഞ്ഞു തരണ്ടേ? അതും വളരെയധികം സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിതിപ്പം അപ്ലോഡ് ചെയ്തിട്ടു, ഇതിവിടെ ഇങ്ങനെ കിടന്നോളും. അപ്പോൾ നിങ്ങൾ ഈ വർക്ക് 2025 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായാലും നിങ്ങൾക്ക് അത് കിട്ടും. വർക്ക് 2025 സെർച്ച് ചെയ്താൽ ഇവിടെ മെസ്സേജ് ഇട്ടപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് 2025 ഇതിലോട്ട് മെസ്സേജ് എത്തിക്കോളും. കണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിവിടെ ഇങ്ങനെ കടന്നോളും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത് കസ്റ്റമറിന് എങ്ങനെ ഷെയർ ചെയ്യാം? അപ്പോൾ ഫോട്ടോസ് അയച്ചു കൊടുക്കണം. കസ്റ്റമറിന് ലാപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇല്ല മൊബൈലിലായാലും ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഇതേ മെത്തേഡിൽ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇതുപോലുള്ള ആപ്പുകൾ കിട്ടും, ഈ എക്സ്ട്രാക്ട് ചെയ്യാനും എല്ലാത്തിനുള്ള. ഞാൻ ഇതിൽ പറയുന്ന ശ്രദ്ധിച്ച് തന്നെ കണ്ടാൽ മതി. അത് മൊബൈലിലും ഇതേ കണക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമ്മൾ ഫോട്ടോസ് ആയാലും, ഇപ്പോൾ വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ ആക്കിയത്, ഇനി ഫോട്ടോസ് ഇങ്ങനെ ആക്കി അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ, കസ്റ്റമറിൻ്റെ ഫോണിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമറിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് കസ്റ്റമറിനെ അതിനകത്ത് ആഡ് ചെയ്യുക, അതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്കും കസ്റ്റമറിനും ജീവിതകാലം മുഴുവനും ആ ഫോട്ടോസ് ആക്സസ് ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെ അങ്ങ് കിടന്നോളും. ടെലഗ്രാം ഇനിയൊരു അപ്ഡേഷൻ എന്ന് കൊണ്ടുവരുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഇതുവരെയും ഇതിനൊരു മാറ്റം വന്നിട്ടില്ല. അന്ന് തൊട്ട് ഇന്ന് വരെയും ഇങ്ങനെ നമുക്ക് എത്ര ഫോട്ടോസോ വീഡിയോസോ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇടാൻ പറ്റുന്നുണ്ട്. അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ സ്ഥിരം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ.
അപ്പോൾ ഇതിവിടെ ഇങ്ങനെ അപ്ലോഡ് ആവട്ടെ. ഇനി അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ കസ്റ്റമറിന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ കസ്റ്റമറിനത് നമ്മളിത് അയച്ചു കൊടുത്തു, ഇതുപോലെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, ഇതിങ്ങനെ മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ മാർക്ക് ചെയ്യുക ഡൗൺലോഡ് ആവുന്നതുകൊണ്ടാണ് മാർക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇങ്ങനെ മാർക്ക് ചെയ്തതേ കണ്ടോ, കണ്ടോ, ഇതിപ്പോൾ ഡൗൺലോഡ് ആവുന്നതുകൊണ്ടാണ് അപ്ലോഡ് ആവുന്നതുകൊണ്ടാണ് മാർക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇത് മാർക്ക് ചെയ്താണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്നില്ല. ഓക്കെ, ഇവിടെ റൈറ്റ് ബട്ടൺ ഇത് അപ്ലോഡ് ആയാലേ കാണിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു വിഷയമുണ്ട്. ഒന്നുമില്ല, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ആസോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും. ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കമ്പ്യൂട്ടറിലോട്ട് അത് ഡൗൺലോഡ് ആവും. എവിടെ വേണോ ഡൗൺലോഡ് ചെയ്തിടാം. ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തില്ല നേരത്തെ, അതുപോലെ തന്നെ ഈ സാധനം വരും. ഇങ്ങനെ ഇത്രയും ഫോൾഡറുകൾ അവർക്കും കിട്ടും. കണ്ടല്ലോ, ഇത് ഇത്രയും അവർ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. ഈ ആദ്യം കാണുന്നൊരു ഫോൾഡർ ഉണ്ടോ, ഇത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ വിൻറാർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ആ വിൻറാർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ 7-zip ഉണ്ട്, ഇതിൽ ഏത് വേണോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്, ഏത് വേണോ നിങ്ങൾക്ക് എടുക്കാം. ഇതിൽ 7-zip തന്നെ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ വിൻറാർ ഏതിലൂടെ എടുക്കാം കേട്ടോ. എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുത്താൽ മതി. ഈ 7-zip ആണ് ഞാൻ നേരത്തെ ഉപയോഗിച്ചത്. അതുകൊണ്ട് 7-zipൽ എക്സ്ട്രാക്റ്റ് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോയും ഇതിനകത്ത് കിടക്കുന്ന ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എല്ലാം എക്സ്ട്രാക്റ്റ് ആയി വെളിയിൽ വരും. മനസ്സിലായോ പറഞ്ഞത്? ഞാൻ സിമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ കുറേ ഉള്ളത് കൊണ്ട് ടൈം എടുക്കുമെന്ന് അറിയത്തില്ല. എന്നാലും എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, എക്സ്ട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അത് പോസ് ചെയ്യാണ്. പോസ് ചെയ്തിട്ട് കുറച്ചുകൂടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ വീഡിയോസും ഫോട്ടോസും അതിൻ്റെ പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ പരിപാടിയാണ്. ഇതെല്ലാ ഫയലുകളും വേണമെന്നേ ഉള്ളൂ. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടതിന് ശേഷം ഈ ആദ്യം കാണുന്ന ഫയലിൽ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ എക്സ്ട്രാക്റ്റ് ആവും. അപ്പം ഇത് കസ്റ്റമറിന് ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. മനസ്സിലായോ? അപ്പോൾ കസ്റ്റമറിൻ്റെ ഫോണിൽ ഇതെല്ലാം ഡൗൺലോഡ് ആവും, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇത് ഫുൾ ആവും. ഇത് നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാം. വിൻറാറൊക്കെ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം. എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതൊന്നും കുഴപ്പമില്ല. മൊബൈലിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് ഈ ടെലഗ്രാമിൽ നിന്നും നമ്മൾ ഈ അയച്ചു കൊടുക്കുന്ന സാധനം കസ്റ്റമറിനോട് ഡൗൺലോഡ് ചെയ്യാൻ പറയുക. എന്നിട്ട് സിപ്പിൻ്റെ ആദ്യത്തെ 001 എന്ന് പറയുന്ന സാധനം മാത്രം ഒന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറയുക. മൊബൈലിലോട്ട് ഫുൾ ഫോട്ടോസും വീഡിയോസും വന്നോളും. സിമ്പിൾ പരിപാടിയാണിത്. നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാക്റ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന പോലെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ വെളിയിൽ വന്ന് കടന്നോളും. അപ്പോൾ ഇത് സിമ്പിൾ പരിപാടിയാണ്. എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുമെന്ന് തോന്നുന്നു. മിക്ക ആൾക്കാരും, ഞാനിത് സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ കണ്ടോ, ഇതൊക്കെ ഞാൻ മുമ്പ് അയച്ചിട്ടിരുന്നതാണ്. ഇത് കസ്റ്റമറിനൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് സേഫായിട്ട് ഇടാനൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമറിന് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മൊബൈലിൽ കാണാനും എളുപ്പത്തിലൊക്കെയാണെങ്കിൽ ഇങ്ങനെ അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള ഫോട്ടോസ് മാത്രം ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ അവർക്ക് ഒറ്റയടിക്ക് എല്ലാ ഫോട്ടോസും കമ്പ്യൂട്ടറിൽ വേണം എന്ന നിർബന്ധമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മെത്തേഡിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത് അൺലിമിറ്റഡ് ഒരു ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കുറേ വർക്കുകൾ ഇവിടെ കണ്ടോ, വർക്ക് സേഫ് ഡ്രൈവ് എന്നും പറഞ്ഞ് ഞാനിവിടെ കുറേ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.